മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസ്സിന്റെ യാത്രയ്ക്കായി ഉപയോഗിച്ച ബസിന്റെ ആദ്യ സർവീസ് ആരംഭിച്ചു. കോഴിക്കോട് ബംഗളൂരു റൂട്ടിലോടുന്ന ബസ് രാവിലെ 4 മണിക്ക് പുറപ്പെട്ട് 11:30യോടെയാണ് ബംഗളൂരുവിൽ എത്തുക. കോഴിക്കോട് നിന്നും റമീസ് മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസ്സിന്റെ യാത്രയ്ക്കായി ഉപയോഗിച്ച നവകേരള ബസിന്റെ ആദ്യ സർവീസ് ഇന്ന് കോഴിക്കോട് നിന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. ഗരുഡ പ്രീമിയം എന്ന പേരിലേക്ക് മാറിയ ഈ ഒരു ബസ് ഏറ്റവും കൂടുതൽ തിരക്കേറിയ അന്തർ സംസ്ഥാന പാതയായ ബാംഗ്ലൂരു കോഴിക്കോട് പാതയിലാണ് സർവീസ് നടത്തുന്നത്. നമുക്ക് ഈ ബസ്സിൽ യാത്രക്കാരൊക്കെ രാവിലെ തന്നെ എത്തി. രാവിലെ 4 മണിക്കാണ് ബസ്സിൻ്റെ ആദ്യ യാത്ര തുടങ്ങുന്നത്. രാവിലെ 4 മണിക്ക് എത്തി ഉച്ചയ്ക്ക് 11:35 കൂടിയാണ് ബസ് ബാംഗ്ലൂരിലെത്തുക. തുടർന്ന് 2:30 അവിടുന്ന് പുറപ്പെട്ട് 10:15 കോഴിക്കോടേക്ക് തിരിച്ചെത്തുന്ന രീതിയിലാണ് ബസ്സിൻ്റെ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. ബസ്സിലെ യാത്രക്കാരൊക്കെ ഏകദേശം നിറഞ്ഞു കഴിഞ്ഞു. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, ഈ എങ്ങനെയുണ്ട്? ഒരു കൗതുകമുള്ളൊരു യാത്ര കൂടിയാണ്. തീർച്ചയായിട്ടും എന്ത് തോന്നുന്നു? സന്തോഷം. ആദ്യത്തെ യാത്ര തന്നെ പങ്കെടുക്കാൻ പറ്റിയതിൽ. എവിടത്തേക്കാണ് പോകുന്നത്? നിങ്ങൾ തന്നെ. ഞാൻ ബാംഗ്ലൂരിലേക്കാണ്. ഇന്നലെ പോകേണ്ടതായിരുന്നു. അത് ഈ ബസ് ഉണ്ടെന്ന് പറഞ്ഞപ്പം കഴിഞ്ഞ വ്യാഴാഴ്ച ടിക്കറ്റ് മാറ്റി ഇന്നത്തേക്ക് എടുത്തു. ഈ ബസ്സിലേക്ക് പോകണം എന്നുള്ള രീതിയിൽ ടിക്കറ്റ് മാറ്റിയെടുക്കായിരുന്നോ? അതെ, തീർച്ചയായിട്ടും. ഇന്നലെ പോകേണ്ടതായിരുന്നു നല്ല രാത്രി. പിന്നെ ഇതിനുള്ളൊരു ഗുണം എന്താ വെച്ചാൽ കാലത്ത് പോയിട്ട് പരിപാടി കഴിഞ്ഞ് തന്നെ തിരിച്ചു വരാൻ പറ്റുന്നുള്ള സൗകര്യം കൂടി ഈ ബസ്സിനുണ്ട്. ഈ ബസ്സിൽ തന്നെയാണോ തിരികെ വരുന്നത്? അതെ, അല്ലല്ല, ഈ ബസ്സിനല്ല, രാത്രി തിരിച്ചു വരുന്നത്. പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് ഷെയ്ഖ് അബ്ദുൽ ഖാദർ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാനവിടെ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ 1 മാസക്കാലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്ത ബസ് ഇന്ന് പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതിൽ ആദ്യം യാത്ര ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹത്തിൻ്റെ ഭാഗമായി യാത്ര ചെയ്യാൻ വേണ്ടി വന്നതാണ് ബാംഗ്ലൂരിലേക്ക്. ഈ ബസ്സിൽ സഞ്ചരിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെ പോവുകയാണോ? ഈ മാധ്യമങ്ങൾ വലിയ വാർത്ത ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായി വലിയൊരു ആഗ്രഹം വന്നു ഈ ബസ്സിൽ തന്നെ യാത്ര ചെയ്യണമെന്ന്. അതിൻ്റെ ഭാഗമായി വെറുതെ ബാംഗ്ലൂരിലേക്ക് ഒരു യാത്ര ചെയ്യാണ് ആദ്യ ദിവസം തന്നെ. ബസ്സിലെ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒന്നായിരുന്നു ഹൈഡ്രോളിക് ലിഫ്റ്റ്. അതിൽ കയറി യാത്രക്കാർ ബസ്സിനുള്ളിലേക്ക് കയറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മളെപ്പോലുള്ള ഒരുപാട് ആൾക്കാർക്ക്, ഭിന്നശേഷിക്കാർ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരമുള്ള ഒരു സംഭവമാണ് നമ്മൾ ഹൈഡ്രോളിക്കിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമുക്ക് അതിൽ ഇരുന്ന് കഴിയുമ്പോൾ നേരെ സീറ്റിലേക്ക് കയറാനൊരു സൗകര്യമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അത് നല്ലൊരു സൗകര്യമാണ്. കാരണം അത് നമ്മളൊക്കെ വരുമ്പോൾ അതിൻ്റെ അനുഭവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. ഏറ്റവും കൗതുകകരമായൊരു സീറ്റാണ്. മുഖ്യമന്ത്രിയുടെ സീറ്റിലെ യാത്രക്കാരനാണ്. പേരെങ്ങനെയായിരുന്നു? അജിൻ. ബാംഗ്ലൂരിലേക്ക് പോകാൻ തീരുമാനിച്ചു? അതെ. അല്ല, ഞാൻ വിചാരിച്ചത് 1ാമത്തെ സീറ്റായിരിക്കും മുഖ്യമന്ത്രിയുടെ സീറ്റ് എന്നാണ്. അപ്പോൾ ഞാൻ 2ാമത്തെ എടുത്തത് കാരണം നമുക്ക് ഈ ട്രാവലിനൊന്നും കൂടെ അനുയോജ്യം 2ാമതാണ്. കാരണം പെട്ടെന്ന് എന്തെങ്കിലും ബ്രേക്ക് പറ്റില്ലോ വീണാണെങ്കിൽ നമ്മൾ മുന്നോട്ട് തെറിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ 2ാമതാണ്. പക്ഷേ സീറ്റ് റീഅറേഞ്ച് ചെയ്തപ്പോൾ എന്തുകൊണ്ടോ അത് മുഖ്യമന്ത്രി സീറ്റ് 2ാമതാവുകയും അങ്ങനെ വളരെ യാദൃശികമായിട്ട് സംഭവിച്ചതാണ്. സീറ്റിംഗ് കംഫർട്ടൊക്കെ എങ്ങനെയുണ്ട്? സീറ്റ് വളരെ കംഫർട്ടബിളാണ്. അതെ. അങ്ങനെ ഏറെ ചർച്ചകൾക്ക് വഴിയൊരുക്കിയ നമ്മുടെ നവകേരള ബസ് അതിൻ്റെ ആദ്യ യാത്ര കോഴിക്കോട് നിന്ന് ആരംഭിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ KSRTCയിലേക്ക് പുതിയൊരു വരുമാന മാർഗ്ഗം നൽകുന്നതിന് വലിയൊരു പങ്കായിരിക്കും ഈ ബസ് നൽകുക എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം വലിയ രീതിയിലാണ് ഇതിൻ്റെ ടിക്കറ്റ് വലിയ വേഗത്തിലാണ് വിറ്റഴിഞ്ഞു പോയത്. ഏതായാലും യാത്രക്കാർക്കും സഞ്ചാരികൾക്കെല്ലാവർക്കും ആശംസകൾ നേരുന്നു. നിബിൻ രാജിനൊപ്പം റമീസ് മുഹമ്മദ്, കൈരളി ന്യൂസ്, കോഴിക്കോട്.